സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിജോസ് ആർ ഗെയിമിംഗ്. അപ്പം നമ്മൾ ലെറ്റ്സ് പ്ലേ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ജാവ സീരീസിൽ. അപ്പം കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ നമ്മൾ പോയത് ഞാനൊരു പോസ്റ്റായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊരു ചെറിയ റീക്യാപ്പ്. ഞാൻ പുതിയൊരു ലെറ്റ്സ് പ്ലേ തുടങ്ങി. അവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ട്. ഞാൻ കുറേ ഇങ്ങനെ സീഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വേൾഡ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ കിട്ടിയ വേൾഡാണിത്. സോ നല്ല സീഡാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഗോളൊന്നും ഞാൻ പറയാറില്ല സാധാരണ. നമുക്ക് ഈ എപ്പിസോഡിൽ കുറച്ച് ഗോൾസ് വെക്കാം. ഇനി നമ്മൾ സാധാ ലെറ്റ്സ് പ്ലേയിൽ ചെയ്യുന്ന പോലെ നമുക്ക് അയൺ ആർമർ മാത്രം സെറ്റ് ചെയ്യുക, ബേസിൻ്റെ സ്ഥലം കണ്ടുപിടിക്കുക, അങ്ങനെയൊന്നല്ല. നമുക്ക് വ്യക്തമായ പ്ലാനുണ്ട്. ഇന്നൊരു വീട് വരെ ഞാൻ പണിയും. അപ്പം നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഗോൾ ലിസ്റ്റ് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗോൾ ലിസ്റ്റ്. ഫസ്റ്റ് നമുക്കൊരു അയൺ ആർമർ സെറ്റ് ചെയ്യുക, പിന്നെ ഫൈൻഡ് ഡയമണ്ട്സ്. അപ്പം ഡയമണ്ട് കണ്ടുപിടിക്കുക, പിന്നെ മേക്ക് എ ഹൗസ്, ഒരു വീടും ഒന്ന് സെറ്റാക്കുക. വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വീട്, തട്ടിക്കൂട്ടിയ വീടൊന്നുമില്ല. നമ്മൾ നല്ലൊരു വീട് തന്നെ നമ്മളെ ഒരു ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വഴിയെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷീപ്പിനൊക്കെ ഒന്ന് തല്ലിക്കൊല്ലട്ടെ. ഞാൻ അത്യാവശ്യത്തിന് ഷീപ്പിനൊക്കെ ഞാൻ തല്ലിക്കൊന്ന്. ഇനി നമുക്ക് ഈ വുഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സൂര്യണ്ണം ചെയ്യുന്ന പോലെ നമുക്ക് ഈ വുഡ് എടുത്തിട്ട് നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ എവിടെ ഒന്ന് സ്പോണായേ, ഇവിടെ തന്നെ ആണെന്ന് തോന്നുന്നത്, ഇവിടെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് വൂള് ഇതന്നെ ഒന്ന് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനും കൊന്നാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള വൂള് സെറ്റാവും. ഓക്കെ, ഇനി നമുക്ക് നേരെ വില്ലേജിലോട്ട് പോകണം. വില്ലേജിൽ പോയിട്ട് നമുക്ക് ലൂട്ടടിക്കാം. അതിന് മുന്നേ നമുക്ക് ടൂൾസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാൻ അത്യാവശ്യത്തിന് സ്റ്റോണും മൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി, ആ പിക്കാക്സ് പൊട്ടണ വരെ ഞാൻ മൈൻ ചെയ്ത്. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെയല്ല, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വില്ലേജിൽ നിന്ന് മറ്റേ ഹേബേൽ കളക്ട് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് നേരെ വില്ലേജിലേക്ക് പോകാം. വില്ലേജിലെത്തി ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പേടി ഇനി വേണ്ട. ഞാൻ ഇതൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. ഇനി വേണമെങ്കിൽ ഒന്ന് വില്ലേജ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പം എന്തായാലും ഞാൻ ചിലപ്പം വീഡിയോയിൽ കാണിക്കാറുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ നിന്നാൽ ടൈം കുറേ ആവും. ഞാൻ ഇതൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. ചാവട ഓക്കെ, അങ്ങനെ അയൺ കോളത്തിനെയും തട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിനും നമുക്കിങ്ങനെ വെക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ പോവില്ലേ. സോ നമുക്ക് എന്താ വെച്ച് കൊടുക്കുക, ഓക്കെ, പ്ലാങ്ക്സ് ഉണ്ട് കയ്യിൽ, പ്ലാങ്ക്സ് വെച്ച് കൊടുക്കാം. നമുക്കൊരു ആദ്യത്തെ അയൺ തന്നുകൊണ്ട് നമുക്ക് ദൈവത്തിനെ പോലെ കാണാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം. ഒരു ബെഡും ഉണ്ടാക്കി ഇവിടെ കിടന്നുറങ്ങട്ടെ. രാത്രിയായി. ഇപ്പം കിടന്നുറങ്ങിയില്ലെങ്കിൽ സാത്താന്മാർ വരും. ഓക്കെ, നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിലെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ മൈനിങ്ങിന് പോകണം. ഞാൻ അതിന് പറ്റിയൊരു കേവ് കണ്ടെത്തട്ടെ. ഒരു ഷീൽഡ് ഫസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ ഒരു ബക്കറ്റും ഉണ്ടാക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്കൊരു കേവ് കണ്ടുപിടിച്ചിട്ട് ഇനി അതേ വരുന്നു. ഇതേ നേരെ കാണുന്നിടത്ത് ഒരു വലിയ കേവ് ഉണ്ട്. നമുക്കിതിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി നോക്കാം. അവിടെ ഒരു സ്പൈഡറൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എഫ് ഒന്ന് കുറച്ച് ഇറക്കി.
ഓക്കെ, ഇത് സെറ്റാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ നിന്നാൽ കുറേ ടൈം പിടിക്കും. നമുക്ക് വീടൊക്കെ പണിയേണ്ടതാണ്, അപ്പോൾ നല്ല ടൈം പിടിക്കും. സോ ഞാൻ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ ടൈം ലാപ്സ് ആയിട്ട് ആക്കാം. എന്നിട്ട് നമുക്ക് വീടുണ്ടാക്കാനുള്ള ഇതിലൊക്കെ കൂടി കിടക്കാം. പിന്നെ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം, കുറേ പരിപാടി ഉണ്ട്. ഒക്കെ ഒന്ന് ഞാൻ ടൈം ലാപ്സ് ആയിട്ട് ഇടാം. അങ്ങനെ ആവശ്യത്തിനുള്ള അയണുമായിട്ട് നമ്മൾ അങ്ങനെ ആർമർ സെറ്റ് ചെയ്യാനുള്ള രീതിയിലേക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ ആർമറും ഒന്ന് ഉണ്ടാക്കി വെക്കല്ല, ഇപ്പം തന്നെ ഇടാം. ടൂൾസ് വേണമെങ്കിൽ ടൂൾസും വേണമെങ്കിൽ ഇപ്പം തന്നെ സെറ്റാക്കി വെക്കാം. പിന്നെ അതിന് വേണ്ടി മെനക്കെടണ്ടല്ലോ. പിക്കാക്സ് നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അഡ്വാൻസ്മെൻ്റൊക്കെ കിട്ടി. നമുക്ക് ബാക്കി അയൺ വെച്ചിട്ട് നമുക്ക് ബാക്കി ടൂൾസും കൂടി ഒന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, നമുക്ക് അത് സെറ്റാക്കാം. അതൊരു വേണ്ട, എക്സ് ആക്കാം. ഫസ്റ്റ് എക്സായി. ഇത് സ്റ്റിക്ക് ഉണ്ടാക്കിയില്ലേ? ഒരു ഷവലും സെറ്റാക്കി. ഇതൊന്ന് സോർട്ട് ചെയ്യട്ടെ ഫസ്റ്റ് തന്നെ. എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇനി ഒരു സോഡും കൂടി ആയാൽ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നമുക്ക് ഇല്ല, പക്ഷേ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് ആർമറും കൂടി എടുത്തിട്ടേക്കാം. നമുക്ക് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഫസ്റ്റ് ബൂട്ട്, ലെഗിൻസ്, ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, അങ്ങനെ നമ്മൾ അയൺ ആർമർ ഫുൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് അയൺ കിട്ടുമോ നോക്കാം. ഇത്രയൊന്നും പോരാ, നമുക്ക് കുറേ അയൺ ഇനിയും ആവശ്യമുണ്ട്. നമുക്ക് ഇനിയും കിട്ടുമോ നോക്കാം. അപ്പം ബാക്കി വീഡിയോ ടൈം ലാപ്സ് ആയിട്ട് തന്നെ പോട്ടെ. നമ്മളെ ലിസ്റ്റിലെ ഫസ്റ്റ് ഡയമണ്ട് ഇത് നമ്മൾ മൈൻ ചെയ്യാൻ പോവാണ്. അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്ര എണ്ണമാണാവോ? 4 ഉള്ളൂ. ഓക്കെ, ഇനി അയണാണുള്ളത്. ഡയമണ്ട് ഒന്നും ഇല്ല ഇനി. ഓക്കെ, 4 ഡയമണ്ടും ആയിട്ടുണ്ട്. നമ്മളെ ലിസ്റ്റിലെ 2 ഗോൾസ് നമ്മളിന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു വീട് കിട്ടിയാൽ മതി. നമുക്ക് ഇനി മുകളിലേക്ക് പോകണോ, ഇനി ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി റിസോഴ്സസ് കിട്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം, അതാണ് നല്ലത്. ഞാൻ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ മുകളിലെത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം. വേറെ ഒന്നല്ല, ഒരു ഫോക്സിനെ നമ്മളവിടെ കാണുന്നുണ്ട്. ഫോക്സാണോ വോൾഫാണോ ഈ മൈൻക്രാഫ്റ്റിൽ അതിന് പറയാം? വോൾഫാണ് തോന്നുന്നത്. അതന്നെ. നമുക്ക് നമ്മളതിൽ ബോണുണ്ട്. നമുക്ക് ബോണൊന്നും എടുത്തിട്ട് അതിനെ ടൈമാക്കാം. നമുക്ക് ഫ്രണ്ടായാൽ മതിയായിരുന്നു. ആളെവിടെ പോയാ? അതേ വരുന്നു. ഓക്കെ, ഓക്കെ, നമുക്ക് 4 ബോൺ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് അത് ടൈമായിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗോളിൽ കൂട്ടണ്ട, അത് ഗോളായിട്ട് ഞാൻ കൂട്ടണം എന്ന് വിചാരിച്ച് എനിക്ക് വരുന്ന എപ്പിസോഡിൽ. അപ്പം അതും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രണ്ടിനെ വേണ്ട, ഇനി നമുക്ക് ഒരു ഫ്രണ്ടും അങ്ങനെ ഈ ലെറ്റ്സ് പ്ലേ വേൾഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെയും കൂട്ടി ഒരു വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം.
ഇവിടെയാണ് ഞാനൊരു ബേസ് സെറ്റാക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ നമ്മളെ പട്ടീനെ ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ലേശം ഗ്രാസും ഞാൻ വെട്ടിയിട്ടുണ്ട്. നമുക്കിനി 2 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാം. അപ്പോൾ എല്ലാ ഐറ്റംസും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബെഡും ഫർണസും എടുത്തില്ല. ഓക്കെ ബെഡ് ഇവിടെ വെക്കട്ടെ. റീസ്പോൺ പോയിൻ്റ് ഇട്ടേക്കാം. ഫർണസ് ഇങ്ങനെ തിരിച്ച് വെക്കാം. ഓക്കെ ഇങ്ങനെ നമ്മളെ പീസിൻ്റെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കോളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഫർണസിൽ 3 ഇതാക്കിയിട്ട് 1 2 3 ഓക്കെ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീട് സെറ്റാക്കാനാണുള്ളത്. അതിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഞാൻ ഗ്യാദർ ചെയ്തിട്ട് അതിൻ്റെ ഒരു റീപ്ലൈ മോഡായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് അത് നിങ്ങൾ കാണാൻ നോക്കും. അങ്ങനെ നമ്മളെ വീട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ വീട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അവിടെ ഒരു വീറ്റിൻ്റെ കൃഷിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അത് ഞാൻ വീടുണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് തട്ടിക്കൂട്ടിയതാണ് നമുക്ക് ഫുഡ് സോഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ ഉള്ളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വീറ്റ്, പിന്നെ ഇവിടെ ഒന്ന് ചെറുങ്ങനെ ഞാൻ ഇൻറ്റീരിയറൊക്കെ ചെയ്തു. ഇൻറ്റീരിയർ അല്ലല്ലോ ഇതിന് പറയാം. എനിക്ക് പറയാറില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളി. ഞാൻ ഉള്ളിലോട്ട് പോയിട്ട് കാണിച്ചു തരാം. ആദ്യം ഈ സൈഡിൽ ഞാൻ അതേപോലെ ചെയ്തണേ. ഇനി ഉള്ളിലേക്ക് കാണിച്ചു തരാം. ഉള്ളിൽ നമ്മൾ ഫ്ലോറൊക്കെ അതെങ്ങനെയാണ് ചെയ്തത്. ശ്രുതിയുടെ കോപ്പിയാണോ ചോദിച്ചാൽ ആണ്, പക്ഷേ എന്നാലും ആ വുഡല്ല വെച്ചത്. അവൻ്റെ സ്പ്രൂസും ഓക്കുമാണ്. നമുക്കിപ്പോൾ സ്പ്രൂസ് കിട്ടാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ചെസ്റ്റൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ബെഡ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എൻചാൻറ്റിങ് സ്റ്റേഷൻ നമ്മൾ സെറ്റാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഇതൊന്നുമില്ല. ആകെ 4 ബുക്ക് ഷെൽഫുണ്ട്, ബാക്കി വെക്കണം. പിന്നെ ഇവിടെ ഒരു 3 ഫർണസ് വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിമ്മിണിയും സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പൈസ ഒട്ടും കുറച്ചില്ല, നമുക്ക് പൈസ നോക്കിയില്ല, അങ്ങ് മേടിച്ചു. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോൾ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. പിന്നെ ഇവിടെ ആർച്ച് ഉദ്ദേശിച്ചിന്, പക്ഷേ അവിടെ സെറ്റാക്കാൻ കഴിഞ്ഞില്ല. അവിടെ 2 ബ്ലോക്ക് വീതിയേ വന്നിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് ഒരു വ്യൂ, ഇവിടുന്ന് ഒരു 2 വ്യൂ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാനുള്ള, അവിടെ ഏത് കള്ളന്മാർ വന്നാൽ നോക്കാനുള്ളതും, പിന്നെ അവിടെ ഏത് വില്ലേജർ വന്നാൽ നോക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒന്ന് സെറ്റായിട്ടേ. നമ്മളിൽ സ്റ്റെയർ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, എൻ്റെ സൈറ്റ് സ്റ്റെയർ ഒന്നുണ്ട്. ഓക്കെ, പിന്നെ ഗ്ലാസ് കൊടുത്ത് വെക്കുക. 2 ഗ്ലാസ് റെഡി. ഇനി അതെടുത്ത് ഇവിടെ വെച്ചാൽ ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് പുറത്ത് വേണമെങ്കിൽ മറ്റേ സാധനം ഞാൻ പിന്നെ സെറ്റാക്കിക്കോളാം. അപ്പോൾ ഇത്രേ ഉള്ളൂ.
ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിതാ അവിടെ അടിയിൽ ആ സംഭവം സെറ്റാക്കിട്ടോ, റെഡ് ഫ്ലവറൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഈ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് തുടരും. ഇനിയും കുറേ എപ്പിസോഡ് ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇടാൻ കാരണം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. മാറിപ്പോയതാണ്, ഇനി അതിൽ കമൻറ്റിൽ വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.